ഇന്നത്തെ ചക്കക്കുരു ഇതെന്താ ഇഞ്ചി പറ അല്ല ഇവിടെ ഇതെന്ത് കണ്ടൊരു തേങ്ങ ഇതൊച്ചൊന്നും കേൾക്കാനില്ല. കേൾക്കൂല. ഹായ് അസ്സലാമു അലൈക്കും. അപ്പം ഇതെന്താ പറഞ്ഞ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി എന്താ സംഭവിച്ചാൽ ലാലും എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നേന്ന് കേട്ടോ. മൈക്ക് വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇത് പറഞ്ഞാൽ നമുക്ക് മൈക്ക് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പം മൈക്ക് വെച്ചെടുത്തപ്പോഴുള്ള അവസ്ഥ ഇട്ടത് ഓൻ്റെ വിചാരം പുറത്തേക്ക് സൗണ്ട് കേൾക്കും കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനെ പാട്ടൊക്കെ പാടുമല്ലോ മൈക്ക് എന്നാൽ മാതിരി പുറത്തേക്ക് സൗണ്ട് കേൾക്കുന്ന മൈക്കാന്ന് കേട്ടോ. പക്ഷെ അത് അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന മൈക്കാണ്. നമ്മൾ ഫോണിലേ സൗണ്ട് ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ പറയുന്നതൊക്കെ. അതാ പൊട്ടാൻ അറിയില്ല കേട്ടോ. അങ്ങനെ എന്തായാലും മൈക്കൊക്കെ ഊരി അവിടെ തന്നെ വെച്ചിട്ട് കാരണം ചാറ്റൽ മഴ ഉണ്ട്. ആ മൈക്കായിട്ട് പോയാൽ ശരിയാവില്ല. പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ 2 വിരുന്നേരുണ്ട് കേട്ടോ. 2 കാട്ടുകോഴികളുണ്ട് കേട്ടോ അങ്ങനെ വരുന്നത്. അപ്പോൾ എന്താ വരുന്നത് വെച്ചാൽ അവിടെ ഇങ്ങനെ തിന്നാട്ട് എടുത്തിട്ട് അത് തിന്നാൻ വേണ്ടി വരിക കേട്ടോ. അറ്റങ്ങളൊന്നും സത്യത്തിൻ്റെ പാതയില്ല കേട്ടോ. വലുതാവില്ല ചെറുതാവില്ല ആ ഒരു വലുപ്പത്തിൽ കാണട്ടോ. നിങ്ങളെ നാട്ടിൽ കഴിഞ്ഞാൽ എന്താ പറയാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും അതിനെ കാട്ടുകോഴി എന്നാട്ടാ പറയാം. കാരണം ഞങ്ങളെ ബാക്കിൽ നിന്ന് കാട്ടിൽ നിന്ന് കാണാൻ ഇങ്ങനെ ഇറങ്ങിയിരുന്നു കേട്ടോ. ഒച്ചപ്പാടില്ലാത്ത ടൈമിലാട്ടോ അത് മയിലൊക്കെ ഇറങ്ങി വരാം. അതുപോലെ പന്നികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇറ്റങ്ങളൊക്കെ ആളും പാളും ഇല്ലാതെ ഒച്ചപ്പാടില്ലാത്ത ടൈമിൽ കാണും ഉച്ചക്കൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇറങ്ങിയായിരുന്നു. അങ്ങനെ എന്തായാലും ഒന്ന് രാവിലെ തന്നെ വന്നിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഓലവിടെ അങ്ങനെ ഒന്ന് ഓൾക്ക് തിന്നാളൊക്കെ തിന്ന് ഓല് പോയിക്കോട്ടെ കേട്ടോ. നമ്മളെ വൈക്ക് പോകട്ടോ. അപ്പോൾ എവിടേക്ക് ഈ പോകുന്നത് വെച്ചാൽ എൻ്റെ അമ്മാൻ്റെ കുടിക്ക് പോകട്ടോ. എൻ്റെ അമ്മാൻ്റെ കുടിക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ 5 മിനിറ്റ് തേച്ച് വേണ്ട കേട്ടോ നടക്കുകയാണെങ്കിൽ. പിന്നെ എൻ്റെ അമ്മാൻ്റെ വൈത്താലം പോയാൽ അരമണിക്കൂറായാലും എൻ്റെ അമ്മാൻ്റെ കുടി കണ്ട് എത്തിക്കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ റോട്ടും കൂടെ കാണുന്നവരോട് നാട്ടുകാരോടൊക്കെ വർത്താനം പറഞ്ഞാണ്ട് എത്തുമ്പോൾ ഒരു ടൈം ആവും കേട്ടോ. വണ്ടി കയറിയ പിന്നെ വണ്ടി കയറി ഇരുന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉമ്മാൻ്റെ കുടിയിലെത്തും. അത്രയും എടുത്താട്ടോ ഉമ്മാൻ്റെ കുടി ഉപ്പാൻ്റെ കുടിയും. അപ്പോൾ പിന്നെ എന്തായാലും ഞങ്ങൾ ഇടപ്പുറത്ത് പോണ സ്ഥലം തന്നെ കേട്ടോ. കാരണം വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആകുമ്പോൾ എൻ്റെ അമ്മ വിളി തുടങ്ങും കേട്ടോ. ഇങ്ങോട്ട് പോരി പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ടോ. അങ്ങനെ എന്തായാലും ഉമ്മമാൻ്റെ വിളിയും പിന്നെ അമ്മേൻ്റെ കുട്ടികളെ വിളിയൊക്കെ കാരണമായിട്ട് ഈ പോക്കുണ്ടായിരിക്കുന്നത്. എന്താ അമ്മേൻ്റെ കുട്ടികൾക്ക് ചോലി ചാടാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ കുളവും തോടും റോഡൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴിച്ചൽ തുടങ്ങിയിരിക്കണം. പിന്നെ അതാട്ടാ ഞങ്ങളെ സ്കൂള് ഞാൻ LP സ്കൂളാട്ടാ. അവിടെയായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. പിന്നെ ഇതൊരു അംഗനവാടി കേട്ടോ അതിൻ്റെ അപ്പുറത്ത്. ഈ അംഗനവാടിനെ പോയിക്കണോന്ന് വെച്ചാൽ അങ്ങനെ തോനൊന്നും പോയിട്ടില്ല എന്നിട്ട് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ പഠിച്ചിരുന്ന അംഗനവാടി എൻ്റെ പേരൻ്റെ അടുത്തുള്ള അംഗനവാടിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചെറുപ്പത്തിൽ അധികം എൻ്റെ അമ്മാൻ്റെ കുടിയിൽ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നു. ഇപ്പോൾ ഗൾഫിലൊക്കെ ആയ കാരണം അമ്മാൻ്റെ കുടിയിൽ തന്നെയായിരുന്നു കേട്ടോ. അതിന് പിന്നെ അമ്മാൻ്റെ കുടിയിലെത്തി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞപ്പോൾ അതും അമ്മോൻ്റെ കുട്ടികളുടെ അനിയനും എല്ലാവരും കൂടി അങ്ങനെ പുളിയറുമ്പങ്ങായി പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും ഇറങ്ങിപ്പോന്നു കേട്ടോ മുറ്റത്തേക്ക്. നല്ല മഴയൊക്കെ പെയ്തിട്ട് ആകെ ചളിപ്പിളി കേട്ടോ. മഴ പെയ്താൽ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങാൻ എനിക്ക് കേട്ടാ. എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ഈ ചളിപ്പിളിയിൽ മുറ്റത്തേക്ക് ഇറങ്ങണം. പിന്നെ ഇങ്ങനെ ചോലി ചാടാൻ പോകാനുള്ളൊരു ഇൻട്രസ്റ്റ് കാരണം കേട്ടോ ഞാനും പോയി നിൽക്കുന്നത്. അതിന് പിന്നെ എന്തായാലും കുറച്ചൊക്കെ പോത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ കണ്ടതൊക്കെ പിന്നെ ഞാൻ പറിച്ചെടുത്തിട്ടാ. പിന്നെ അധികം പോക്കാനുള്ളതാട്ടോ. ഇതിമ്മ പിന്നെ എപ്പോഴും കായ്ച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതെന്താ ചെറിയൊരു എന്തോ ഒരു കൊമ്പ് കുഴിച്ചിട്ടേന്ന് കേട്ടോ. അപ്പോൾ ഇതാകെ പടർന്ന് റോട്ടുമൊക്കും ഇങ്ങനെ തൊടുകൾക്കൊക്കെ ആകെ പടർന്ന് കേട്ടോ ഈ ഒരു കൊമ്പും ചുള്ളി. പക്ഷെ അതുകൊണ്ട് ഇതിമേ എപ്പോൾ പോയാലും ഇതിമ പുളിയറുമ്പും കായ് ഉണ്ടാവും കേട്ടോ. അതിന് പിന്നെ അമ്മേൻ്റെ കുട്ടികൾ പറിച്ചു തന്നിട്ടോ. ഇത് നല്ല പൗത്തതൊക്കെ. അപ്പോൾ ഓല് പറിച്ചതും ഞാൻ പറിച്ചതൊക്കെ കൂടി ഞാൻ എൻ്റെ കൈക്കിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഇത് തിന്നാനും നല്ല രസമാട്ടോ. ഒരു ഇളം പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല രസമാട്ടോ. ചിലർ ഇതിന് മൾബറി അങ്ങനെയൊക്കെ പറയട്ടെ. എന്തൊക്കെയോ പേരുണ്ട് ഇതിൽ. ഞങ്ങൾ എന്തായാലും എറുമ്പും കായ് പുളിയറുമ്പും കായ് അങ്ങനെ കേട്ടതിന് പറയുന്നത്. നിങ്ങളെ നാട്ടിൽ എന്താ പറയില്ല എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്തായാലും മഴയൊക്കെ പെയ്തിട്ട് നല്ല ഉഷാറിൽ നിൽക്കുന്നുണ്ട് കേട്ടോ സംഭവം. പിന്നെ പച്ച തിന്നാൽ നല്ലൊരു പുളിയാട്ടോ. തിന്നണേന് കുഴപ്പമൊന്നുമില്ല നല്ല പുളി ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ അപ്പുറത്ത് അത് 2 എണ്ണം. അപ്പോൾ ആ 2 ഞാൻ പൊട്ടിച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ എൻ്റെ അമ്മാൻ്റെ വീട്ടിൽ പോയാൽ ഇതന്നെ കേട്ടോ പരിപാടി. പുളിയറുമ്പും കായ് പറിച്ചലോ അത് തിന്നലോ പിന്നെ അങ്ങനെ ആയിട്ട് അങ്ങനെ പോകും കേട്ടോ. പിന്നെ അവിടെ നിറച്ച ആൾക്കാരും ഉണ്ട്. വേഗം നേരം പോവുകയും ചെയ്യും കുട്ടികളും മക്കളൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ പുളിയറുമ്പുംകായ് പറിച്ചാൻ വേണ്ടിയിട്ട് താഴെ ഒന്ന് പറിച്ചിട്ടൊന്നും ആവില്ല കേട്ടോ. പിന്നെ മേലെയാണ്. അപ്പം പിന്നെ ഞാൻ ഒന്നും നോക്കില്ല കേട്ടോ. ഞാൻ പിന്നെ മതിലിൻ്റെ മേലെ കയറി നിന്നിട്ടാട്ടോ പറിച്ചത്. എൻ്റെ അമ്മയും ഓലെല്ലാവരും ഇവിടെ കൊലയുമിരുന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ബാക്കിലാണ് കാണില്ലേ അതാട്ടോ എൻ്റെ അമ്മാൻ്റെ കൂടി. അപ്പം ഇങ്ങനെ മതിലിൻ്റെ ഒരു മൂലക്കേട്ടോ ഈ ഒരു മരം ഉണ്ടായിക്കണത്. ഉണ്ടായതല്ല കുഴിച്ചിട്ടാ കേട്ടോ. അപ്പോൾ ഇതാകെ പടർന്നിട്ട് അപ്പാപ്പാൻ്റെ തൊടുക്കും റോട്ടുമുക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മതിൽമ കയറി നിന്നാലും നമുക്ക് എല്ലായിടത്തൊന്നും പറിച്ചാൻ സുഖം കേട്ടോ. അങ്ങനെ പിന്നെ കീഴ്പ്പെട്ട് മറിയാതെ തന്നാൽ വലിയ ഭാഗ്യം കേട്ടോ. പക്ഷെ ഞാനിത് പറിച്ചണ ഊക്കിൽ ഇങ്ങനെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊത്തി വലിഞ്ഞിട്ടാ ഇത് പറിച്ചത്. അങ്ങനെ അതായത് കിട്ടുന്നിടത്തോളം പോന്നോട്ടെ വെച്ചിട്ടാ. എത്ര കിട്ടിയാലും നമുക്ക് പൂതി ഇടൂലല്ലോ. പൂതിക്കൊക്കെ കിട്ടിയേക്കണം. എന്നാലും മറ്റേ ഇങ്ങനെ മരത്തമ്മ നിൽക്കുമ്പോൾ ഒരു സമാധാനക്കേടിട്ടാ. അപ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കിയും പറിച്ചാൻ വേണ്ടിയിട്ടുള്ള തിരക്കട്ടാ കാണണം. പിന്നെ അങ്ങനെ കുറച്ചൊക്കെ കിട്ടിയിട്ടാ. അത് പിന്നെ പാത്രത്തിലാക്കി എന്നിട്ട് അതിൻ്റെ ബാക്കി പറിച്ചാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അവിടെ നിന്നിട്ടും ഇങ്ങനെ മുട്ടി തിരിഞ്ഞ് നിന്നിട്ട് പറിച്ചാൽ നോക്കട്ടെ. അതിൻ്റെ ഇടയിൽ അവിടെ ഒരു നായ് വന്ന് പോകുന്നുണ്ട്. അപ്പോൾ അമ്മേൻ്റെ കുട്ടിയാണ് വീഡിയോ എടുത്ത് തരട്ടെ. അപ്പോൾ ഓൻ കാണിച്ചു തരട്ടെ അവിടുന്ന് നായ് വരുന്നുണ്ട് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് അമ്മേൻ്റെ ചെറുത് വണ്ടി വരുന്നു കേട്ടോ. ഓളിപ്പോൾ എന്താ വെച്ചാൽ ചോലി പോണ പൊലിവിലാട്ടാ.
എന്താ കുട്ടികളല്ലേ ഓൽക്ക് ഭയങ്കര പുലിവാട്ടാ. ഈ ഒലിച്ച് വരുന്നതൊക്കെ അങ്ങനെ ഈ ചോലീത്തെ വെള്ളാട്ടാ. അങ്ങനെ ഇതിൻ്റെ ബാഗ് ഞങ്ങളെ അമ്മാൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്ത് കൂടി ഒരു റോഡുണ്ട് ട്ടോ. ആ റോട്ടിൽ കൂടെയൊക്കെ കാണാട്ടോ ഈ ചോലീന്ന് വെള്ളം ഒലിച്ചിട്ട് പോണ്. അപ്പോൾ ഈ വെള്ളം ഒലിച്ചണ കണ്ടപ്പോൾ ഉറപ്പായിട്ട് അവിടെ വെള്ളം ഉണ്ടെന്ന്. മറ്റേ അങ്ങനെ ഇങ്ങനെ ഒലിച്ചലില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി പിന്നെ ഇങ്ങനെ ചോലി പോകാനുള്ള തിരക്കാട്ടാ. അമ്മായിയും ഉമ്മയും ഞാനും ഇതും പിന്നെ അമ്മേൻ്റെ 2 കുട്ടികളും എല്ലാവരും കൂടി ചോലിയൊക്കെ പോവാട്ടോ. അത് അങ്ങനെ പിന്നെ എന്തായാലും ചോലയിൽ എത്തിയപ്പോൾ അതാ അവളെ ചിറി ഒക്കെ കണ്ടില്ലേ, അല്ല പെരുന്നാൾ മാസം കണ്ട മാതിരി ട്ടോ. ഭയങ്കര പുലിവിട്ടോ. ഓൾക്ക് കൊടയും വടിയൊക്കെ ഏറ്റിട്ടാ നിൽക്കണം. പോകുമ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. അത് വേറെ കോമഡി ആട്ടോ. പോകുമ്പോൾ അതൊക്കെ മറന്ന് വെച്ചിട്ടേന്ന് പോയിന്ന്. വന്നപ്പോൾ എല്ലാതും നുള്ളി പെറുക്കി പെരീന്ന് പോന്നേന്ന് ട്ടാ. ഭയങ്കര പൂതിട്ടോ ഓൾക്ക് ഇങ്ങനെ കുളം ചാടാനും ഇതൊക്കെ ഞങ്ങളിങ്ങനെ പോയത് കണ്ടിട്ടാണേ. അപ്പം എന്നെ ചോല വന്നപ്പോൾ ചോലൻ്റെ വെള്ളത്തിൻ്റെ നിറം കണ്ടപ്പോൾ തന്നെ മൂട് മുഴുവൻ പോയിട്ട് അങ്ങോട്ട് കലക്കിയിരിക്കണം കേട്ടോ കുട്ടികൾ ചാടിയിട്ട്. ഇതിങ്ങനെ തന്നെ നീല കേട്ടോ. അതിങ്ങനെ മറിച്ചിട്ടിട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു പാറ ഇട്ട് ആ തലക്കൊക്കെ ചെറിയ പാറകളാട്ടാ. കുണ്ടുണ്ട്, ആ കുണ്ട് ഫുൾ ഇങ്ങനെ പാറക്കെട്ടായിട്ടാ. ഇതിപ്പോൾ ഓലിങ്ങനെ പടുത്ത കാരണം കേട്ടോ ഇങ്ങനെ ചളിപ്പിലേക്കണം വെള്ളം. എന്താ വെച്ചാൽ ഇങ്ങനെ ഓല് മാന്തി പടുത്തുക്കാൻ തോന്നുന്നുണ്ട്. അത് കാരണം ഇങ്ങനെ പകുതി മുക്കാൽ കുട്ടികൾ നിൽക്കുന്നിടത്തൊക്കെ നമുക്ക് നടക്കാനുള്ള ഇതുള്ളൂ കേട്ടോ. അടിയിലൊക്കെ ഇങ്ങനെ മണ്ണാണ്. അത് കാരണമായിട്ട് ഇങ്ങനെ കലങ്ങിയിരിക്കണം. പിന്നെ ഈ കുട്ടികൾ ചാടലും മറിയലൊക്കെ ആയ കാരണമേ രാവിലെ കുറേ ടീം വന്ന് കുളിച്ച് പോയതാണ്. പിന്നെ ഈ ചെറിയ പൈതങ്ങളല്ലേ ഇവര് ചാടിയിട്ട് ഉന്തിയിട്ടിട്ടും മറിച്ചിട്ടിട്ടൊക്കെ കൂടി എന്തായാലും വെള്ളം കലക്കി വെച്ചിരുന്നു. പിന്നെ ഇത് ഏറ്റവും വന്നതല്ലേ, പിന്നെ ചെറിയ കുട്ടികളെ പൂതിയല്ലേ, പിന്നെ നമ്മൾ തെറ്റം വന്നിട്ട് അങ്ങനെ പോകുമ്പോൾ ഒരു മോശമല്ലേ വെച്ചിട്ട് ഞങ്ങളും ഇറങ്ങി കുളിച്ചിട്ടാ. ഞാൻ അമ്മേൻ്റെ കുട്ടികൾക്ക് നീന്തക്കം പഠിച്ചാൽ നീന്തിട്ട് കാര്യമായിട്ട്. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നീന്തി കളിച്ചിട്ടാ അവിടെ. പിന്നെ എൻ്റെ അമ്മേൻ്റെ അപ്പുറത്തുള്ള പെരക്കാരുതായിരുന്നു കേട്ടോ ചോല. അപ്പോൾ ആ പെരയിൽ പോയിരുന്നിട്ട് ഓലായിട്ട് വർത്താനം പറയുന്നുണ്ട്. ഉമ്മീട്ടൊക്കെ ചെറിയ കുട്ടികളായി നിന്ന് അവിടെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അറ്റങ്ങളായിട്ട് കമ്പനിയായിട്ട് നിൽക്കുന്നുട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാറും ചോറും ബീഫൊക്കെ കൂട്ടി തിന്ന് പിന്നെ ഉറങ്ങി വെച്ചപ്പോൾ അത് അമ്മമ്മേൻ്റെ വക സ്പെഷ്യൽ ചായക്കടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മമാൻ്റെ സ്പെഷ്യലൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചിട്ട്, ചായ പിന്നെ അങ്ങനെ കുടിച്ചാത്ത ആളാട്ടെ ഞാൻ. എനിക്കങ്ങനെ വല്ലാതെ ഇഷ്ടമല്ല കേട്ടോ ചായ. ഞാൻ രാവിലെ മാത്രമേ ചായ കുടിച്ചുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് തോന്നുമ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ വിരുന്നൊക്കെ പോകുമ്പോഴൊക്കെ കേട്ടോ ചായ കുടിച്ചുള്ളൂ. പിന്നെ ഉമ്മമാൻ്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ സുഗീന എന്നിട്ടാ. പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ വൈകുന്നേരം ചായക്കടി. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ബേക്കറി ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ ചോറ്റക്ക് സമ്മന്തി എന്തെങ്കിലുമൊക്കെ വേണ്ടിട്ട് എൻ്റെ പപ്പാക്ക്. അപ്പോൾ അവിടെ ഒരു ഉള്ളി സമ്മന്തി ഉണ്ടാവും. ഭയങ്കര ടേസ്റ്റ് ആട്ടത്. ഞാൻ വെറുതെ കൊണ്ടുവന്ന് തിന്നിട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും ഞാനും ഇതും കൂടി പെരയിൽ വന്നതിന് ശേഷം ചേണ്ടി പോവാട്ടോ. അപ്പോൾ എന്തിനാ പോകണമെന്ന് വെച്ചാൽ ചെറിയൊരു സാധനം വാങ്ങാനാട്ടോ. എനിക്ക് കുറച്ച് കളറുകളൊക്കെ വാങ്ങാനായിരുന്നു കേട്ടോ. പിന്നെ ഈ പോക്കണ്ട തോന്നുന്നു എന്തോ ഒരു സ്നേഹമുള്ള ആങ്ങളും പെങ്ങളും എന്നൊക്കെ കേട്ടോ. സ്നേഹമൊക്കെ തന്നെ കേട്ടോ. പക്ഷേ ഇടയ്ക്ക് കീരിയും പാമ്പേക്കാറ് കണ്ടത്ത് ചെരുവില കേട്ടോ. അങ്ങനെയാണല്ലോ വെറുതെ തല്ലൂട്ടണം. അതൊരു വേറൊരു സുഖമാണല്ലോ. എനിക്ക് തിരൂർ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ശീലമായിട്ട് അവിടെ പോകുമ്പോൾ വല്ല സ്വർഗ്ഗം കിട്ടിയാൽ മതി കേട്ടോ. വെറുതെ കാര്യമില്ലാതെ അറ്റങ്ങളായിട്ട് അങ്ങനെ തല്ലൂട്ടും കേട്ടോ. അപ്പോൾ വിഷയം എന്താ വെച്ചാൽ ഒരു വിഷയം ഉണ്ടായില്ല. വെറുതെ ഞാനായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെറുതെ തല്ലൂട്ടിയിട്ട് അതൊരു ഒരാളിങ്ങനെ ഇട്ട് വെറുപ്പിക്കുന്ന വേറൊരു സുഖമാണല്ലോ. അപ്പോൾ ഓലിങ്ങനെ പറയും ചെയ്യും കേട്ടോ. എൻ്റെ അമ്മ തന്നെ പറയുള്ളൂ വന്നാൽ തൊള്ളക്ക് ഒരു തൊയിരം ഉണ്ടാവില്ല അറിയിട്ട. കാരണം ഞങ്ങൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തല്ലൂടിയിട്ട് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടേ. അങ്ങനെ എന്തായാലും ഇതാട്ടെ ഞങ്ങൾ അടുത്തുള്ളൊരു പാടാട്ടത്. ഈ പാടത്തിൻ്റെ നടുക്കൊരു കുളം കണ്ടിട്ട് നല്ല രസമാട്ടെ. എനിക്ക് ഇവിടെ വന്നാൽ കാര്യമായിട്ട് കുളം ചാടലൊക്കെ തന്നെ കേട്ടോ പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.